മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെ ഇമ്പ്രസ് ആവില്ല. എസ്പെഷ്യലി കേരളം വിട്ട് പല സ്ഥലത്ത് പോകുമ്പോഴും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് നമ്മളോട് പറയുന്നത് അയ്യേ ഇതിവിടെ ഇപ്പം എന്താ ഉള്ളത്, ഇതൊക്കെ നമ്മൾ നാട്ടിൽ കാണാത്തയാണോ എന്നായിരിക്കും. കാര്യം സത്യമാണ്. പക്ഷേ നമ്മുടെ മക്കളെ സംബന്ധിച്ച് അങ്ങനല്ലല്ലോ. ഇപ്പോൾ യുഎയിൽ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ആലോചിച്ചാൽ അവർ ജനിച്ചപ്പോൾ തൊട്ട് ഈ അപ്പാർട്ട്മെൻറ്റ്സിലല്ലേ. വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോഴാണ് അവരാകെ നേച്ചറുമായിട്ടൊന്ന് ഇടപഴകുന്നത് തന്നെ. സോ അങ്ങനെ ബോറടിച്ചിരിക്കുന്ന കുട്ടീസിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്പോട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഷാർജയിലുള്ള കൽബ മാംഗ്രോവ് റിസർവിനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ പ്ലസ് പോയിന്റ് തന്നെ പറയാം, എക്സ്ട്രീംലി അഫോർഡബിൾ ആണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ വേണ്ട. മുതിർന്നവർക്കാണെങ്കിലും 15 ദർഹമേ ഉള്ളൂ. അതിന് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും കേട്ടോ. അവിടെ നമ്മൾ എമൗണ്ട് ഒക്കെ പേ ചെയ്ത് കഴിയുമ്പം തന്നെ ഒരു ബഗ്ഗി വരും നമ്മളെ കൊണ്ടുപോകാനായിട്ട്. ആ ബഗ്ഗി റൈഡ് തന്നെ നല്ല രസമാണ് കേട്ടോ. 2 സൈഡിലും ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ പോവും. അങ്ങനെ ബേർഡ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫിഷസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ആ വെള്ളത്തിൽ. അങ്ങനെ ആ ബഗ്ഗി റൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് ഒരു ചെറിയൊരു മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പിലേക്കാണ്. അതായത് മാംഗ്രോവ്സിൻ്റെ പ്രത്യേകതയെ പറ്റിയിട്ടും അതുപോലെ തന്നെ കുറേ ജീവികളെയൊക്കെ അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ കുറേ ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ പുറത്തേക്കാണ് പോകുന്നത്. അവിടെ പിന്നെ ഒരുപാട് കാഴ്ചകളാട്ടോ. ഞാനിപ്പോൾ എല്ലാം വീഡിയോയിൽ കാണിച്ച് നിങ്ങളെ ബോർ അടുപ്പിക്കുന്നില്ല. കാരണം പിന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ചെല്ലുമ്പോഴും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേണ്ടേ. ഞാൻ കുറച്ച് പോർഷൻസ് മാത്രം കാണിക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്ലിയർ വാട്ടർ ഉണ്ട്, നല്ല രസമാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും നിങ്ങൾ പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ ഇടയിലൂടെയുള്ള ആ ഒരു വുഡൻ ഒരു ബ്രിഡ്ജൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് നമ്മൾ ചെന്ന് കയറുന്നതാണ് നമ്മളുടെ മെയിൻ മാംഗ്രോവ് ഫോറസ്റ്റിലേക്ക്. അയ്യോ ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് ബേർഡ്സും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ആ ഒരു ചെളിവെള്ളത്തിൽ ഇങ്ങനെ ഒരുപാടുണ്ടാവും. ടർട്ടിൽസും കുറേ ജീവികളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബോട്ട്സൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ കാണുന്നതും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ കുറേ നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ബേർഡ് ഹൗസസ് ഉണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് നോക്കാനും ഒക്കെ ഭയങ്കര രസമുള്ള കുറേ കാഴ്ചകളാണ്. ശരിക്കും നമുക്കിങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നില്ല. ഒരുപാട് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കുണ്ട്. എങ്ങനെ പോയാലും നമുക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഫാമിലിയായിട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ, ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അത് കിട്ടാറില്ലല്ലോ. ഓക്കെ കണ്ടു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി നോക്കൂ കേട്ടോ. അതുപോലെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഒരു ബിഗിനർ ആട്ടോ ഞാൻ, വീഡിയോസൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഫാമിലീസിന് പോകാൻ പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇടാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടൊന്ന് വേണം കേട്ടോ. ഒരു ഇമോജി ആണെങ്കിലും ജസ്റ്റ് ഒരു കമൻറ്റ് ഒന്ന് തരണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്.